ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സഞ്ജു സാംസന്റെ കരിയർ ഒരു പ്യുവർ സിനിമയാണെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നേരം എന്ന സിനിമയിലെ ഒരു ഫേമസ് ഡയലോഗുണ്ട്. മറ്റൊന്നുമല്ല, നേരം രണ്ട് വിധത്തിലാണുള്ളത്. ഒന്ന് ചീത്ത നേരം, ഒന്ന് നല്ല നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും. യെസ്, ഇത് സഞ്ജു സാംസന്റെ നല്ല നേരമാണ്. ഈ ഒരു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എന്താണ് T20 സൈഡിൽ ഇന്ത്യക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സഞ്ജു സാംസന്റെ വരവാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഈ ഒരു സൈഡിൽ സഞ്ജു സാംസന്റെ വരവിന് അല്ലെങ്കിൽ സഞ്ജു സാംസന്റെ ഈ ഒരു കോൺഫിഡൻസിന്, സഞ്ജു സാംസന്റെ ഈ ഒരു സെഞ്ചുറികൾക്ക് ഏറ്റവും കൂടുതൽ കയ്യടി അർഹിക്കുന്ന മറ്റൊരാളുണ്ട്. നൺ അതർ ദാൻ അവർ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഈ ഒരു ബംഗ്ലാദേശ് സീരീസിന് മുന്നോടിയായിട്ട്, അതായത് സൗത്ത് ആഫ്രിക്ക മുന്നേ ബംഗ്ലാദേശ് സീരീസിന് മുന്നോടിയായിട്ട് സഞ്ജു സാംസനെ ആൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള ഇന്ത്യയുടെ 7 മത്സരങ്ങളിൽ സഞ്ജു തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ, ബാറ്റർ, ഓപ്പണർ, ബാറ്റർ എന്നുള്ളത്. അത് നൽകിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു സഞ്ജു സാംസന്റെ ത്രൂ ഔട്ടുള്ള ഈ ഒരു 7 മത്സരങ്ങളിലെ ആ 3 സെഞ്ചുറികൾ. ഒട്ടും നിസ്സാരമല്ല T20യിൽ സെഞ്ചുറി നേടുക എന്ന് പറയുന്നത്. വളരെ എഫേർട്ട്ലെസ് ആയിട്ടാണ് പക്ഷേ സഞ്ജു സാംസൺ അവിടെ ആ 3 സെഞ്ചുറികൾ നേടിയിട്ടുള്ളത്. ബാക്ക് ടു ബാക്ക് സെഞ്ചുറീസ്, അതോടൊപ്പം തന്നെ ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന, T20 സൈഡിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം. റെക്കോർഡുകൾ ഓരോന്നോരോന്നായിട്ട് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിയുള്ള കുറച്ച് കാലത്തേക്ക് സഞ്ജു സാംസൺ തന്നെയായിരിക്കും T20 സൈഡിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ, അതോടൊപ്പം തന്നെ ആ ഒരു ഓപ്പണർ, ബാറ്റർ എന്ന് പറയുന്നത്. ഭയങ്കര പൊട്ടൻഷ്യൽ, അതായത് തൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ശരിക്കും ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു മാസത്തിനുള്ളിൽ പുള്ളിയുടെ കരിയർ ആടി ഉരഞ്ഞതും കൂടി പറഞ്ഞുതരാം. അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് സീരീസിന് ശേഷം സൗത്ത് ആഫ്രിക്ക സീരീസിൽ ആദ്യ മത്സരത്തിൽ വീണ്ടും സെഞ്ചുറി അടിക്കുന്നു. അതിനുശേഷം 2 മത്സരങ്ങളിൽ ഡക്ക്. ആ ഒരു സമയത്ത് ഈ ഒരു മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ട്രോൾമാരും അതോടൊപ്പം തന്നെ ഹേറ്റേഴ്സും എല്ലാവരും കൂടി പുള്ളിയുടെ നേരെ ചീറ്റപ്പുലി ചീറി അടുക്കുന്ന രീതിയിലാണ് വലിച്ചു കീറാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നത്. എന്താണ് ആ ഒരു ഡൗൺഫാളിൻ്റെ കാരണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആക്ച്വലി ആളുടെ ഫാദർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരുന്നില്ല എങ്കിലും അത് പറഞ്ഞ സമയം അല്പം മാറിപ്പോയി. അതൊരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ പറയേണ്ടതായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒട്ടും തെറ്റല്ല. ആൻഡ് ആ ഒരു സമയത്ത് ഈ മാധ്യമങ്ങളുടെ ആ ഒരു വലിച്ചുകീറൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയറുടെ കരിയർ തന്നെ ഇല്ലാണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സമയമായിരുന്നു. അവിടെ നിന്നാണ് ആൾ പിന്നീട് വീണ്ടും സർവൈവ് ചെയ്ത് 4ാം മത്സരത്തിൽ സെഞ്ചുറി സ്കോർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൂര്യ എന്ന ക്യാപ്റ്റന് ഒരു വലിയ കയ്യടി തന്നെ അവിടെ കൊടുക്കണം. എത്രമാത്രം കിടിലനായിട്ടാണ് പുള്ളി ഓരോ താരങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഓഫ് ടോപ്പിക് ആണെങ്കിൽ സഞ്ജു സാംസനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നെങ്കിൽ ഓഫ് ടോപ്പിക് ആയിട്ട് തിലക് വർമ്മയുടെ കാര്യം കൂടി പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു സാംസന്റെ ഒപ്പം അഭിഷേക് ശർമ്മ ബാറ്റിംഗ് ഇറങ്ങുന്നു. 1 ഡൗൺ ആയിട്ട് സ്ഥിരമായിട്ട് വരാറുള്ളത് അവിടെ സൂര്യകുമാർ യാദവാണ്. ഓൾസോ നമുക്കറിയാം സൂര്യ സഞ്ജു പാർട്ട്ണർഷിപ്പ് എത്രത്തോളം വലുതാണെന്നും അവർ തമ്മിലുള്ള കോപ്പോ എത്രത്തോളം ഇന്ത്യൻ ടീമിന് വേണ്ടി വർക്ക് ആയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ പോയി, പകരം ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററായിട്ടുള്ള തിലക് വർമ്മ, അതും കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ട് നല്ല കോൺഫിഡൻസോടുകൂടി നിൽക്കുന്ന തിലക് വർമ്മയെ തന്നെ താരമായിരിക്കുന്നു. തൻ്റെ പൊസിഷൻ കളഞ്ഞിട്ടാണ്. എങ്ങനെയാണ് പുള്ളി ടീമിൽ വന്നതെന്ന് നോക്കുക. അതോടൊപ്പം തന്നെ T20യിൽ പുള്ളിയുടെ ഇന്ത്യൻ സൈഡിലെ പ്രകടനം എന്താണെന്ന് നോക്കുക. ആ ഒരു സമയത്താണ് പുള്ളി തിലക് വർമ്മ ആ ഒരു പൊസിഷൻ പറഞ്ഞു വിടുന്നത്. അതിന് യാതൊരു രീതിയിലുള്ള കോട്ടവും വരുത്താതെ തന്നെയായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ആങ്കർ റോൾ കളിക്കേണ്ടത് ഗെയിമിൽ ഡിലേ വരുത്തിയിട്ടല്ല എന്ന് തെളിയിക്കുന്ന രീതിയിൽ തന്നെയാണ് സഞ്ജു സാംസന്റെ 190+ സ്ട്രൈക്ക് റേറ്റിലുള്ള ഈ ഒരു ബാറ്റിംഗ്. പുള്ളിയുടെ ആവറേജ് ഈ ഒരുപക്ഷെ ബംഗ്ലാദേശ് സീരീസിന് മുമ്പ് 20ലും താഴെയായിരുന്നു. അതിനുശേഷം പുള്ളി വൻ തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. 27.90 ആണ് നിലവിൽ T20 സൈഡിലെ പുള്ളിയുടെ ആവറേജ് വിത്ത് ദ സ്ട്രൈക്ക് റേറ്റ് ഓഫ് 150. ഒട്ടും നിസ്സാരമല്ല. അതോടൊപ്പം തന്നെ T20 റാങ്കിങ്ങിൽ വൻ കയറ്റവും പുള്ളിയുടെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ 39 എന്ന റാങ്കിങ്ങിലാണ്. 65 പ്രീവിയസ് റാങ്കിങ്. അവിടെയും വലിയ മാറ്റങ്ങൾ സഞ്ജു സാംസണ് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും വരാൻ പോകുന്ന ഇംഗ്ലണ്ട് സീരീസാണ് ഇനി നിലവിൽ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇനിയിപ്പോൾ നമുക്ക് കേരളം നല്ല രീതിയിലാണ് രഞ്ജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത കേരളത്തിൻ്റെ രഞ്ജി മത്സരങ്ങളിലും സഞ്ജു ആക്റ്റീവായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ രഞ്ജി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും പുള്ളിക്ക് വേണമെങ്കിൽ ടോപ്പ് ഓർഡറിൽ കളിക്കാമെന്നാണ്. പുള്ളി പക്ഷേ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുത്ത് പുള്ളി മിഡിൽ ഓർഡറിലേക്ക് ഇറങ്ങിയാണ് പുള്ളി രഞ്ജിയിൽ ഉൾപ്പെടെ കളിക്കുന്നത്. പുള്ളിക്ക് വേണമെങ്കിൽ ടോപ്പ് ഓർഡറിൽ കളിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കരിയറിൻ്റെ ഏറ്റവും നല്ലൊരു സമയത്തോടെയാണ് പുള്ളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആൻഡ് ഒരുപക്ഷെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തതിന് ഏറ്റവും കൂടുതൽ തെറി കേട്ടിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനായിരിക്കും. ആൻഡ് ഇപ്പോൾ ഞാൻ ഭയങ്കര അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഒരു സഞ്ജു സാംസൺ ഫാനാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.